എല്ലാവരും കുറേ പേര് നടന്നൊക്കെ പോകണുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തമ്പാനൂർ ഓട്ടോ സ്റ്റേഷൻ. ഓട്ടോകളൊക്കെ നിരന്ന് കിടക്കുവാണ് കഴിച്ച്. എന്താണ് ഈ നാച്ചുറൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്രോസ് ചെയ്യാം. ഓക്കെ, അയ്യോ പിക്കി.
നോക്കുക കഴിച്ചു, എന്താണ് നോക്കുക കഴിച്ചു. ഇതാണ് നമ്മുടെ തമ്പാനൂർ. തമ്പാനൂരിൻ്റെ ഒരു ഭംഗിയല്ലേ. തമ്പാനൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഇത്. ഞാൻ എൻ്റെ കോൺഫിഡൻസ് വെറുതെ ഞാൻ എൻ്റെ കോൺഫിഡൻസ് വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ KSRTC. ഇനി സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ പയ്യെ ലിഫ്റ്റിലൊക്കെ കയറി പോകാമെന്ന് വിചാരിച്ചേട്ടാ. ലിഫ്റ്റ് അല്ലല്ലോ, എന്താണ് സമയം എന്ന് പറയുമ്പോഴേ ഇപ്പോൾ 8:37. എനിക്ക് 8:55 എനിക്ക് എൻ്റെ ട്രെയിൻ എടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എത്ര മിനിറ്റ് ഉണ്ട്? 15-18 മിനിറ്റ് ഉണ്ട്. ഞാൻ പയ്യ കറക്കിയൊക്കെ ചെയ്ത് ട്രെയിൻ നമ്പർ 63 ട്രിവാൻഡ്രം കോട്ടയം വഴി ഷൊർണൂർ മംഗലാപുരം വരെ പോകുന്ന മംഗലാപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 കിടക്കുന്നു. യാത്രയെ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ കണ്ടോ ഗൈസ്, പട്ടികൾ കണ്ടോ, പട്ടികൾ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സ്റ്റേഷൻ ഇത്രയും വൃത്തിയായിട്ട് പോകുന്നത്. മനസ്സിലായോ? കണ്ടോ ഗൈസ്, നമ്മളിതാ ലിഫ്റ്റിൽ കയറി പോവാം, എക്സ്ലേറ്ററിൽ കയറി പോവാം. അയ്യ കയറി അങ്ങനെ നിൽക്കുക. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ചില അമ്മമാരെ അവർക്ക് ഭയങ്കര പാടായിരിക്കും, അവർ വന്ന് വീഴാനൊക്കെ പോകും. ഈ ഒരു ട്രെൻഡ് നോക്കിയത് പോലെ ഇരിക്കാം, ഭ്രാന്തനെ പോലെ ഇരിക്കും. ഓട് അമ്മയെ ഓട് ഓട്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഡാർക്കായപ്പോൾ അല്ലേ. പണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ മറ്റേ ആപ്പ് എടുത്ത് നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ട്രെയിൻ കിടപ്പുള്ളൂ, അപ്പോൾ അതിന് നോക്കേണ്ട ആവശ്യമില്ല. സംശയമില്ലാതെ കണ്ണും പൂട്ടി അങ്ങ് കുറച്ച് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. തന്നെ അത് തന്നെയാണ് നമ്മുടെ ട്രെയിൻ. എനിക്ക് ഭയങ്കര ശരി അതിനൊക്കെ എന്തെയ്യുന്ന ഡിസ്റ്റൻസിട്ട് പോവാം. എല്ലാവരും ഇൻവേർട്ടറായിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ക്രൗഡ് കാണണം ഗൈസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്രൗഡാണ്, എനിക്ക് ഒരു പിടിയും കിട്ടല്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് നോക്കിയാൽ മോനെ. അപ്പം ഞാൻ പോയ ട്രെയിനിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണോ? സത്യം പറയാനൊക്കെ ഞാനാണ് ഇതൊക്കെ നോക്കുക. എനിക്ക് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ AC കോച്ച് അടിപൊളിയല്ലേ അല്ലേ? ഒന്നും കൂടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ AC കോച്ചിൻ്റെ ഗൈസ്. സമയമുള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ്. ഇത് AC 2 ടയറാണേ. പറയുമ്പോൾ ഒരാളൊന്നും തട്ടില്ല. ഈ AC കോച്ച് എന്ന് പറയുമ്പോഴും അടിപൊളിയല്ലേ ഗൈസ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കൂട്ടുകാരോടെയൊക്കെ കൂടെ AC കോച്ചിലൊക്കെ പോകുന്നത് അടിപൊളിയായിരിക്കും അല്ലേ? ഒരൊറ്റ ഏരിയ ഒക്കെ എടുത്ത് സൂപ്പറായിരിക്കും അല്ലേ? പിന്നെ മോനെ അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എന്തായാലും ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നമുക്ക് ഒരു ഭാഗ്യമൊക്കെ വരും. ഇൻഷാ അല്ലാഹ് നടക്കാത്തൊന്നുമില്ലല്ലോ. അപ്പോഴേ
പറഞ്ഞു പറയുകയാണെങ്കിൽ ഞാൻ എത്ര നന്ദിയുള്ളവനാണെന്നറിയാമോ നിങ്ങൾക്ക്? എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്തോളം എനിക്ക് നന്ദി പറയാം എൻ്റെ ദൈവത്തിനോട്. ഇന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്. എന്നറിയാമോ? പീപ്പിൾ ഡസൻ കെയർ അബൌട്ട് അസ്. ഓക്കെ, പീപ്പിൾ ഡസൻ കെയർ അബൌട്ട് അസ് മച്ച്. ഒരു പട്ടിക്കുട്ടനാണ്, ക്യൂട്ട് പട്ടിക്കുട്ടൻ. ഹലോ ബോയ്സ്, പട്ടിക്കുട്ടൻ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടിക്കുട്ടനാണ് മൊന്തമുണ്ട്, അതിൻ്റെ മൊത്തത്തിൽ തന്നെ കിട്ടുന്നുണ്ടോ. അപ്പം അടുത്തുള്ളവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. എനിക്കെൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം. സോ എനിക്ക് അവരെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. ബട്ട് ദേ മേ ബി അവർക്ക് പേടിച്ചു പട്ടി കുറച്ചുകൊണ്ട് വന്നു വിചാരിച്ച്. ഭാഗ്യ എത്ര 6 ആയി. നമ്മൾ UR വരെ നടക്കണം. എൻ്റെ സ്റ്റേഷൻ അപ്പുറത്ത് തന്നെയാണ് ഗൈസ്. നമ്മൾ UR വരെ ഇങ്ങനെ നടക്കും. ഓക്കെ, ഇങ്ങനെ നടക്കും. ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരിക്കില്ലേ? ഈ സാധനം ഈ അപ്പൂനെ കണ്ടിട്ട് എൻ്റെ സീനിയർ അക്കൗണ്ടൻറ്റിനെ പോലെ തോന്നും. അയ്യോ, മുട്ട മാത്രം കേട്ടോ, സാറ് സീനാണ്. പട്ടാളത്തിന് കാണിച്ചിട്ടുണ്ടോ ഗൈസ്? പട്ടാളം പറയട്ടെ ഗൈസ്, എല്ലാവരും ഫോണുണ്ടല്ലേ? ഞാൻ ഒന്നും പറയാനില്ല, കാരണം എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്. ടച്ച് ഫോൺ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ ഇപ്പോൾ? എന്തൊരു കുറഞ്ഞു. കിളവന്മാരും അമ്മമാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സെറ്റപ്പായല്ലേ? ഓ, അങ്ങനെ ഞാൻ പയ്യെ നടന്ന് എത്താറായി. 8:44 ഗൈസ്. സീൻ എന്താണെന്ന് വെച്ചാൽ ഒരു സീനും ഇല്ല. ഇത് അടിപൊളി ട്രെയിനാണ്. ഓക്കെ, എന്തായാലും ഇന്ന് ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, എൻ്റെ ഫോണുണ്ടല്ലോ ഗൈസ്, പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ തറയിലൊക്കെ ആൾക്കാർ ഇരിക്കണുണ്ട് കേട്ടോ. ഭയങ്കര തിരക്ക്. മോനെ ഒരു തിരക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. നോക്കാം, കൂടാൻ ഒട്ടും തിരക്കാണ്. ഭയങ്കര തിരക്ക്. എത്ര പേരുണ്ട്? ഹിന്ദിയില്ല, ഇവിടെ എത്ര പേരുണ്ട് ചേച്ചി? ഓക്കെ, ഐ ഗോട്ട് എ സീറ്റായി കിട്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ബസ് ഇറങ്ങി വന്നിട്ട് ഒരു പയ്യനുണ്ട് ഗൈസ് ഇവിടെ. ഇവിടെ കുറേ പിള്ളേരുണ്ട് കണ്ടോ, വണ്ടിയിലൊക്കെ പിള്ളേരാണ്. അപ്പോഴെന്തായാലും നമ്മുടെ വ്ളോഗ് അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് വ്ളോഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടാതെ. സോ ഐ ഡോണ്ട് നോ, വീഡിയോയിൽ പറഞ്ഞോടാ, വീഡിയോയിൽ പറഞ്ഞോ. ഈ യൂട്യൂബിൽ ഇട്ടാന്നൊക്കെ ചോദിച്ചു എൻ്റെ മണ്ടയിലൊക്കെ കയറുന്നു. പയ്യൻ കയറും. ഹായ് ഗൈസ്, ഇത്രയൊക്കെ ഉള്ളു ഗൈസ്.